ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും നമ്മൾ ഒരുപോലെ ഇപ്പൊ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. നമ്മളത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു സ്ലിപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിലേക്കാണെങ്കിലും സ്കിന്നിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോൾ ഒരു വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഹെയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുന്നേ നമ്മളെ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പൊ നമ്മളെ ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പം ഓയിലി കാര്യങ്ങൾ കഴിക്കുമ്പോൾ, അതായത് നമ്മൾ നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ വിറ്റാമിൻ ഇ നമുക്ക് ലഭിക്കും. നമ്മുടെ ഫുഡിൽ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡോക്ടറൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ക്യാപ്സ്യൂൾസ് എടുത്താൽ മതി. അല്ലാതെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഫുഡ് കാര്യങ്ങൾ കൂടെ തന്നെ നമുക്കത് ലഭിക്കുന്നുണ്ട്. ഇനി അല്ല നിങ്ങൾക്ക് ഹെയറിന്റെ കാര്യത്തിലേക്ക് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് നിങ്ങളൊരു സ്ലിപ്പ് ക്യാപ്സ്യൂളിന്റെ ആ ഒരു സ്ലിപ്പ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സ്കാൽപ്പിൽ അങ്ങ് അപ്ലൈ ചെയ്യും. സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അതിന്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ജെല്ല് പോലത്തെ അത് ആ ഒരു ഓയിൽ പോലത്തെ വരുന്നത് അത് കുറച്ച് തിക്കായിട്ട് വരുന്നതാണ്. അത് ഡയറക്റ്റ് അബ്സോർപ്ഷൻ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന്റെ അപ്പുറം എന്തെങ്കിലും ഒരു മീഡിയം കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മീഡിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോക്കനട്ട് ഓയിൽ എടുക്കുക, കാസ്റ്റർ ഓയിൽ എടുക്കുക, ഒലിവ് ഓയിൽ എടുക്കുക. ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് അബ്സോർപ്ഷൻ കുറവായിരിക്കും അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറെ ടൈം നിങ്ങളിപ്പം ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് നിങ്ങൾ അത് ഹെയറിലങ്ങ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതങ്ങ് ആവണമെന്നില്ല. അല്ലെങ്കിൽ ഒരു 4-5 ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു നമ്മളെ ഫുൾ സ്കാൽപ്പിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പൊ അതിനേക്കാട്ടും നല്ലത് നിങ്ങൾ ഏതെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒരു മീഡിയത്തിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നല്ലൊരു തിക്കാണ്, നല്ല വെയിറ്റ് ഉള്ള പോലത്തെ ഒരു ടൈപ്പ് ജെല്ലാണ്. നിങ്ങൾക്ക് അറിയാം ഒരു ഓയിലാണ് വരുന്നത് അതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഹെയർ ഫോൾ വരുന്നത് ഒന്നെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉള്ളതിന് കൊണ്ട് ഇതേപോലെ ഹെയർ ഫോൾ വരും. നിങ്ങൾ ഈ ഹെയർ ഫോൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇതേപോലെ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതിനെ കൊണ്ട് ഇതേപോലെ ഹെയർ ഫോൾ ഉണ്ടാവുന്നത് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് കൊണ്ടായിരിക്കും. സ്ട്രെസ് കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഈ ഒരു മന്ത് ഭയങ്കര സ്ട്രെസ്സാ വിചാരിച്ചോളൂ. ഈ ഒരു മന്ത് സ്ട്രെസ് ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോഴേക്കുള്ളൂ നമുക്ക് ഹെയർ ഫോൾ തുടങ്ങി വരുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു സ്ട്രെസ് നമുക്ക് റിലീഫ് ആയിട്ട് വരുമ്പോഴായിരിക്കും ഒരു കാരണമില്ലാണ്ട് ഹെയർ ഫോൾ വരിക. അപ്പൊ നമ്മൾ ഇത് എന്താ പറ്റിയെന്നുള്ളത്. പക്ഷെ ഇതാണ് നമ്മൾ അതായത് ഒരു 1 വീക്ക് മുന്നേ ആണെങ്കിൽ ആ 1 വീക്കിൻ്റെ പിന്നത്തേക്കാണ് നിങ്ങൾക്ക് അത് കാണിക്കുക. അല്ലാതെ ആ ഒരു സ്ട്രെസ് ടൈം തന്നെ ഹെയർ ഫോൾ തുടങ്ങില്ല. അപ്പൊ അത് മനസ്സിലപ്പോൾ നമുക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടാവാം ഇതേപോലെ ഹെയർ ഫോൾ വരുന്നത്. അല്ല നമുക്ക് PCOD ഇഷ്യൂസ് വരുന്നുണ്ട്, തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് അതിന്റെ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ല നമ്മളിപ്പം അങ്ങനെയല്ല, ചെറുതായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, പിന്നെ നമ്മൾ ഈ ഒരു ചൂടിന്റെ പ്രശ്നം കൊണ്ട് ഇതേപോലെ ഹെയർ ഫോൾ വരുന്നുണ്ട്, അങ്ങനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്യാപ്സ്യൂൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങളെ സ്കാൽപ്പ് ഏത് ടൈപ്പാണ് നോക്കുക. എല്ലാവർക്കും അങ്ങ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതെന്നല്ല. നിങ്ങൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മീഡിയം ആഡ് ചെയ്തിട്ട് വേണം, ഞാൻ പറഞ്ഞ പോലെ മീഡിയം ആഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങളെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആണ്, അല്ലെങ്കിൽ നമുക്ക് ഹെയർ എപ്പോഴും ഒരു ഓയിലി ടെക്സ്ചർ ആണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, അതായത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മുടിയിലാണ് കൂടുതലായിട്ട്, എന്റെ മുടിയൊന്നും കണ്ടാൽ നിങ്ങൾക്ക് ഓയിലി ആണെന്ന് തോന്നുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയിലാണ് കൂടുതലായിട്ട് നമുക്ക് ഒരു ഓയിലി ടെക്സ്ചർ തോന്നുക. അങ്ങനത്തെ സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾ ഓയിൽ ആഡ് ചെയ്തിട്ട്, അതായത് ഒരു മീഡിയം ആയിട്ട് ഓയിൽ ആഡ് ചെയ്യാൻ നിൽക്കരുത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ നമുക്ക് ഹെയർ സിറം വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ സിറത്തിനപ്പുറം ആഡ് ചെയ്തിട്ട് ഇതേപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അതൊരിക്കലും ഓയിൽ കൂടുതലായിട്ട് നിങ്ങളെ ഹെയറിലേക്ക് കൊടുക്കരുത്. അങ്ങനെ ഓൾറെഡി ഒരു ഓയിലി ടെക്സ്ചർ ഉള്ള ഹെയർ ആണെങ്കിൽ. അല്ല നമുക്കൊരു ഫ്രിസി അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് പെട്ടെന്ന് സ്പ്ലിറ്റ്നെസ് ഒക്കെ വരുന്ന ഹെയർ ടൈപ്പ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് പറഞ്ഞുതരാം. നമ്മളെ അവക്കാഡ്രോ, കുറച്ച് എക്സ്പെൻസീവ് ആണ്, അവക്കാഡ്രോ എടുക്കുക. അവക്കാഡ്രോ പഴവും കൂടെ അതിലേക്ക് ഒരു 2-3 ഈ ഒരു ക്യാപ്സ്യൂളും കൂടെ
കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അത് നിങ്ങൾ മിക്സിയിലിട്ട് ആദ്യം ഈ പഴവും നമ്മൾ അവക്കാഡോയും കൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ ടു 40 മിനിറ്റ് വരെ നിങ്ങൾ എന്തായത് ഹെയറിൽ അപ്ലൈ ചെയ്ത് വെക്കുക. സ്കാൽപ്പ് മുതൽ നമ്മുടെ ഹെയറിന്റെ ടിപ്പ് വരെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് വെയിറ്റ് ഉള്ള ഷാമ്പൂ അല്ലെങ്കിൽ കണ്ടീഷണറും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതായത് ആഴ്ചയിൽ ഒരിക്കലും എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന പിന്നെ വരുന്ന മുടി ഒന്നെന്താ വെച്ചാൽ കുറച്ച് തിക്കായിട്ടും അതായത് ഇത്തിരി കട്ടി തോന്നുന്ന പോലെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ നോർമൽ ടൈപ്പ് ഇങ്ങനത്തെ മുടിയൊക്കെയാണ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, തീരെ തിക്നെസ് തോന്നൂല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഹെയറിന്റെ ടെക്സ്ചർ നല്ല ചേഞ്ച് വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഹെയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.